ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയെന്ന് ചോദിച്ചു. പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഇരട്ട പേരാ മിസൈൽ മാൻ. നമസ്കാരം, ഞാൻ ആനന്ദു. നിങ്ങളിപ്പോൾ കണ്ടത് മൈത്രേയൻ, ലോകം കണ്ട മഹാനായ വ്യക്തി, ലോകം തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന ശ്രീ APJ അബ്ദുൽ കലാം സാറിനെ ഇൻസൾട്ട് ചെയ്യുന്ന മൈത്രേയനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരുപക്ഷെ മഹാത്മാഗാന്ധിയെക്കാട്ടും ലോകം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരനുണ്ടെങ്കിൽ അത് ശ്രീ APJ അബ്ദുൽ കലാം സാറ് തന്നെയാണ്. അദ്ദേഹത്തിനായിരിക്കും ലോകത്ത് ഹേറ്റേഴ്സ് ഇല്ലാത്ത ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഒരിടത്തും ഞാനിതുവരെ കണ്ടിട്ടില്ല. സത്യം പറയാമല്ലോ, ആ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്ന, കുറ്റം പറയുന്ന ഒരാളെ പോലും എൻ്റെ ലൈഫിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് അതും ഉണ്ടായി. ഇവനെയൊക്കെ എന്ത് പറയാനാണ്, എന്ത് ചെയ്യാനാണ്? ഇതുപോലെ പറഞ്ഞ നമ്മുടെ മുൻ ഇന്ത്യൻ പ്രസിഡൻ്റ് കൂടിയാണെന്ന് നിങ്ങൾ ഓർക്കണം. ആ വ്യക്തിയെ പറഞ്ഞ ഇവനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്തിടേണ്ടതാണ്. അല്ലാതെ ഇവനെ പോലുള്ളവന്മാരെയൊന്നും സ്വാതന്ത്ര്യത്തോടെ പുറത്തു വിടാൻ പാടില്ല. ഇതിനു മുകളിൽ ഇവൻ ചെയ്തു കൂട്ടും. നമ്മൾ ഇങ്ങനെ ഫ്രീഡം കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ളവന്മാർ തലയ്ക്ക് മുകളിൽ കയറിയിരുന്ന് ഇമാതിരി കൊണയടി വർത്തമാനം പറയുന്നത്. ശ്രീ വേടൻ ജാതി കാർഡ് ഇറക്കി കളിക്കുമ്പോൾ കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാനും, എന്തിന് സിലബസിൽ പോലും വേടൻ്റെ കാര്യങ്ങൾ കുത്തി നിറയ്ക്കാനും ആളുള്ള നമ്മുടെ നാട്ടിൽ, എന്തിന് രാഷ്ട്രീയ ചർച്ച വരെ നടത്തുന്ന നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട APJ അബ്ദുൽ കലാം സാറിനെ ഇൻസൾട്ട് ചെയ്ത ഇവനെയൊക്കെ എന്തിനാണ് തുറന്നു വിടുന്നത്? ഇവനെതിരെ സംസാരിക്കാൻ ഒരാൾ പോലും നിലവിലില്ലേ? സത്യമായിട്ട് ഞാൻ ചോദിക്കാൻ, ഈ ഒരു വിഷയത്തിൽ ഞാൻ കണ്ടത് സീക്രട്ട് ഏജൻറ്റ്, ആ ഒരു യൂട്യൂബറാണ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച ആദ്യത്തെ യൂട്യൂബർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകൾ, ആക്റ്റീവായി നിൽക്കുന്ന ആളുകൾ, അല്ലാത്ത ആളുകൾ ഈ ഒരു വിഷയത്തിനെതിരെ മാക്സിമം പ്രതികരിക്കാൻ നിങ്ങളാൽ പറ്റുമെങ്കിൽ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.